പോലീസ് സ്റ്റേഷനിലെത്തിക്കണം. അവിടെ ചെന്ന് എനിക്കെല്ലാം തുറന്നു പറയണം. അന്ന് രാത്രി രാജൻ കുത്തേറ്റ് മരിച്ചെന്നാണല്ലോ ഉമ്മ പറഞ്ഞു. ഇല്ല വിനോദ്, എനിക്ക് ഒന്നും സംഭവിച്ചിരുന്നില്ല. അവരെന്നെ കൊണ്ട് അഭിനയിപ്പിക്കുകയായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ മരിച്ചത് ഞാനായിരുന്നില്ല. പിന്നെ ആ പാവൻ റോക്കിയായിരുന്നു. റോക്കിയോ? ആ അതെ ഉമ്മേ. ഇല്ല വിളേട്ടാ, ഇനി ഞങ്ങൾക്ക് വയ്യ. ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാ. പറയുന്നു റോക്കി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. മുതലാളി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ ഒന്ന് പോകരുത്. നമുക്ക് ഈ കുടുംബത്തോട് ഒരു കടപ്പാടില്ലേ? മുതലാളി വരട്ടെ, ആ നിമിഷം അതിനെ ഇവിടെ ഒന്ന് പറഞ്ഞയക്കാം. ആര് പറഞ്ഞാലും ശരി, ഇനി ഇവിടെ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ചേട്ടന് നിർബന്ധമാണെങ്കിൽ ഞാൻ ഇവിടെ എന്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ നാളെ വരാം. അന്ന് റോക്കി റീനയെ കൊണ്ട് അവന്റെ വീട്ടിലാക്കിയതിനു ശേഷം അടുത്ത ദിവസം ബംഗ്ലാവിലെത്തി. ഉമ്മയെ ഒരു കൊലയാളിയാക്കി മാറ്റിയാലേ നാം ഉദ്ദേശിച്ച കാര്യം നടക്കും. അതിനെന്താണ് വഴി? പറയാം. രാജന്റെ ഒരു കുട്ടി കോൺവെന്റിലുണ്ടല്ലോ, ആ കുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ രാജൻ നമ്മുടെ ഏത് ആഗ്രഹത്തിനും വിധേയനാവും. എന്ന് വെച്ചാൽ ഉമ്മ കൊല്ലുന്നത് രാജനെ ആയിരിക്കും. ഞാൻ പാവാനെ ഫ്രിഡ്ജിൽ നിന്നും രാജേട്ടന്റെ ഡെഡ് ബോഡി ഞങ്ങളടുത്ത് കുഴിച്ചു മൂടിയായിരുന്നല്ലോ. ശരിയാണമ്മേ. നാളെ രാത്രി ആരും അറിയാതെ ഈ ശവം മറവ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അതുവരെ അമ്മാവൻ ഇവിടെ കാവല് നിന്നോളാം. എന്റെ മോള് പോയി. ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ശരി സാർ. ആരും അറിയരുത്. അന്ന് രാത്രി ഉമ്മ ശങ്കുമാന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഗോപി പെട്രോളില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നത് ഓർമ്മയുണ്ടോ? വേഗം ഒഴിച്ചോളൂ.
ജഡം കായലിലിടുന്നതിന് വേണ്ടി കുഴിച്ചിട്ട് എന്നെ മാന്തി എടുത്ത് ഓർമ്മയുണ്ട്. മോള് പോയി ആ കാറിങ്ങി കൊണ്ടുപോവാ.